180 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 50 ആയിരുന്നു ഇന്ന് എനിക്ക് കുറച്ച് ടയേർഡായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി ഞാൻ. പക്ഷെ എന്നാലും പറ്റുന്ന പോലെ ഓരോ ടാസ്കുകളൊക്കെ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ ഇനി എനിക്ക് ചെയ്യാനുണ്ട്. ആസ് എ ഹ്യൂമൻ ബീങ് ഒരുപാട് ഗ്രോ ചെയ്യാനുണ്ട്. എന്നാലും കഴിഞ്ഞ 15 ദിവസമായി എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഓവറോൾ എൻ്റെ ഒരു ഹെൽത്ത് ബെറ്റർ ആവുന്നുണ്ട്, ഉറക്കം റെഡി ആവുന്നുണ്ട്. വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് എനർജിയൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. നല്ല മടിയും വരുന്നുണ്ട്, റെസിസ്റ്റൻസും വരുന്നുണ്ട്. എന്നാലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോവുകയാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് മാറാൻ അത്ര ഇഷ്ടമുള്ള ആളൊന്നും അല്ല. ആൾക്ക് എങ്ങനെയാണോ ഇത്ര നാൾ നമ്മൾ പോയത് അതുപോലെ പോകുന്നതാണ് കംഫർട്ട്. മാറേണ്ട ആവശ്യമില്ലല്ലോ, അതുപോലെ തന്നെ പോയാൽ പോരെ. പക്ഷെ മാറാൻ വേണ്ടി തയ്യാറായതോടെ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് വരാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഇൻ ആൻഡ് ഔട്ട് 360 ഡിഗ്രി നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണിയെടുക്കണം, നല്ല രീതിയിൽ നമ്മൾ എനർജി എടുക്കണം. ഇല്ലാതെ ഒന്നും മാറില്ല എന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത ഇൻസെക്യൂരിറ്റികളും പേടികളൊക്കെ വരിക. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് ഈ ചാലഞ്ച് 180 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ എൻ്റെ സെൽഫിന് കൊടുത്തൊരു പ്രോമിസ് ആണല്ലോ. എന്താണെങ്കിലും എന്തൊക്കെ വന്നാലും എത്രയൊക്കെ ഗിവപ്പ് ചെയ്യാൻ തോന്നിയാലും എനിക്ക് ഈ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം കഴിഞ്ഞ 15 ദിവസം ഞാൻ ജസ്റ്റ് എനിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. എൻ്റെ ലാംഗ്വേജ് ബെറ്ററായി, ഹെൽത്ത് ബെറ്ററായി, കോൺഫിഡൻസ് കൂടുന്നുണ്ട്, കുറേ ഫിയേഴ്സ് ബ്രേക്കായി. ഇത്രയും ദിവസം കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 6 months ഞാൻ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 1 year ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം ചേഞ്ചസ് വരും. സോ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ആ ഒരു എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം കടന്നു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു ബുദ്ധിമുട്ടാണ്. ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആണ്. ചില സമയത്ത് ഭയങ്കര ഹൈ ആയിരിക്കും, ചില സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. നമ്മൾ തന്നെ നമ്മളെ കമ്പയർ ചെയ്ത് പോകും, ചിലപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോവും. എന്നാലും അവിടെ നിന്നൊക്കെ മൈൻഡിനെ തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ ഒരിക്കലും ഗിവപ്പ് ചെയ്യാൻ തയ്യാറല്ല. ഞാൻ ഒരിക്കലും എൻ്റെ സെൽഫിൽ ഗിവപ്പ് ചെയ്യില്ല. കാരണം ഇത്ര കാലം ഞാനൊരു സ്റ്റക്കായിട്ടാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത്. എനിക്ക് ഒരു ഏരിയയിലും ഗ്രോത്ത് ഇല്ല. പക്ഷെ എനിക്ക് ഇനിയെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരണം. ഈ വർഷം മുതലെങ്കിലും എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യണം, എനിക്ക് കുറച്ചും കൂടെ എന്നെ സ്നേഹിക്കണം, കുറച്ചും കൂടെ കോൺഷ്യസ് ആയി ജീവിക്കണം എന്നാണ്. ഇനി ഒരുപാട് ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് ഗ്രോ ചെയ്യാനുണ്ട്, എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്യാനുണ്ട്. എന്നാലും കഴിഞ്ഞ 15 ദിവസത്തെ ഒരു ജേർണി എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട്. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. എന്താണെങ്കിലും ഈ ചലഞ്ച് ബ്രേക്ക് ചെയ്യാതെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഈ ഒരു ജേർണി എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ഫേസിലാണല്ലോ ഞാൻ ഉള്ളത്. പക്ഷെ ഇതിൽ എനിക്ക് ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മൊമെന്റ് ഉണ്ട്. അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്, ഇട്ടിട്ട് പോകാൻ തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കറിയാം എന്നെ ആരും സേവ് ചെയ്യാൻ വരുന്നില്ല. എനിക്കൊരു നല്ല ലൈഫ് വേണമെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണമെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പണിയെടുത്തേ പറ്റുള്ളൂ. അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. സോ വെറുതെ റിഗ്രറ്റ് അടിച്ച് പോകുന്നതിനെക്കാട്ടി നല്ലത് ഒന്ന് ട്രൈ ചെയ്യുക, ഒന്ന് വർക്ക് ചെയ്യുക. എനിക്ക് ഈ 15 ദിവസം ഞാൻ എന്നിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഓവർ തിങ്ക് ചെയ്യാനൊന്നും ടൈമേ ഇല്ല. നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇമോഷണലി ഡൗൺ ആകും. നമുക്ക് നമ്മുടെ തന്നെ വീഡിയോ കാണുമ്പോൾ അയ്യോ ഞാൻ എന്താ ഈ ചെയ്യുന്നത്, ഇതിന് ക്വാളിറ്റി ഇല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമ്മളെ തന്നെ നമ്മൾ പുഷ് ചെയ്യുക, നമ്മൾ ഗ്രോ ചെയ്യുക. നമുക്ക് എപ്പോഴും ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ് ഉണ്ടാവുക, ഫിക്സഡ് മൈൻഡ് സെറ്റ് ആവാതിരിക്കുക. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിരിക്കണം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ എങ്ങനെയാണോ അങ്ങനെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ മിസ്റ്റേക്സും അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സെൽഫിൽ വർക്ക് ചെയ്യാൻ തയ്യാറാവുക. നമ്മളെ സ്നേഹിക്കുക. നമ്മളുടെ അടുത്ത് തന്നെ പറയും, ഇത്ര കാലം നീ ഇങ്ങനെയൊക്കെ ജീവിച്ചു, ഇറ്റ്സ് ഓക്കെ, ഇനി മുതൽ നമുക്ക് മാറണം. നമ്മളോട് തന്നെ പറയാം എൻ്റെ കൂടെ നിൽക്കണം എന്ന് സ്വയം പറയുക. എന്നിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുക. എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഫൈനാൻഷ്യൽ ഏരിയ ആണെങ്കിലും നമുക്ക് എന്ത് സ്കിൽസ് ആണെങ്കിലും ഒക്കെ നമുക്ക് പഠിച്ച് എല്ലാം സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, എന്ത് കാര്യമാണോ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ഓവർ കോംപ്ലിക്കേറ്റഡ് ആയി ചിന്തിച്ച് എനിക്ക് അറിയില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ട് ഇൻസെക്യൂരിറ്റി അടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ആക്ഷൻ എടുക്കുക, എല്ലാ ദിവസവും നമ്മൾ വർക്ക് ചെയ്യുക, കുറച്ച് സമയം ഇരുന്ന് പഠിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വെറുതെ വിഷമിച്ചിരുന്നിട്ടോ വിക്ടിം മൈൻഡ് സെറ്റ് ഇരുന്നിട്ടോ ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. സോ ഈ 15 ദിവസം സക്സസ്ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഓൾവേസ്
ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ എനർജി നമ്മൾ എവിടെ കൊടുക്കുന്നതെന്നും കൂടെ ഫോക്കസ് ചെയ്യുക. നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും അതിനകത്ത് നിന്നൊക്കെ മാറി നിൽക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, നമ്മളിൽ വർക്ക് ചെയ്യുക. നമുക്ക് നല്ലൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കാണുന്ന കോണ്ടന്റ്, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ, ഇതൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരെ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ അങ്ങനെ ഒരാളായി മാറാൻ ശ്രമിക്കുക. നമ്മൾക്ക് അനാവശ്യമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അനാവശ്യമായിട്ടുള്ള ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റിവെക്കുക. സോഷ്യൽ മീഡിയ നല്ലതാണ്, നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എന്റർടൈൻമെന്റ് നല്ലതാണ്, പക്ഷെ ഏത് നേരം എന്റർടൈൻമെന്റ് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഇംപ്രൂവ് ചെയ്യുക. ആദ്യം തുടങ്ങുക, അതിനുള്ളൊരു കറേജ് കാണിക്കുക. എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കളിയാക്കുന്നത്. പക്ഷെ ആരും എന്നെ കളിയാക്കിയിട്ടില്ല അധികം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ വെറുതെ നമ്മുടെ മൈൻഡ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും കളിയാക്കിയാൽ തന്നെ ഇത് നമ്മുടെ ലൈഫാണ്, നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ ആരെയും ഉപദ്രവിക്കുന്നില്ല, ബുള്ളി ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു മിസ്ഇൻഫോർമേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടപ്പെടാൻ വെറുക്കുക, അതൊക്കെ അവരുടെ ചോയ്സാണ്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. സോ ഞാൻ ഇന്ന് കുറേ സംസാരിച്ചു. എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഓൾവേസ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്. ഇഷ്ടമുള്ള ലൈഫ് ജീവിക്കുക. നിങ്ങളെ കൊണ്ടത് പറ്റും. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. Thank you so much for your valuable time and I love you all and bye.